യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ആത്മീയമായ മയക്കം അല്ലെങ്കിൽ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നതായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പലരും അംഗീകരിക്കാറില്ല അവർ ആത്മീയമായ ഉറക്കത്തിലാണെന്നുള്ളത്. മറിച്ച് അവർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ ഉണർന്നിരിക്കുന്നവരാണ്, ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ പലപ്പോഴും നമ്മളിൽ ആത്മീയമായ ഉറക്കത്തിന്റെ പരിണിത ഫലമായ സ്വഭാവങ്ങളും അനുഭവങ്ങളും വെളിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം അവകാശവാദം പറഞ്ഞാലും നമ്മൾ ആത്മീയമായ ഉറക്കത്തിലൂടെയും മയക്കത്തിലൂടെയും കടന്നു പോകുന്നു എന്നുള്ള വസ്തുത അത് എത്രയോ പരമാർത്ഥമായ കാര്യമാണ്. ഈ ദിവസങ്ങളിലെ വചനധ്യാനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആത്മീയമായ ഉറക്കത്തിൽ നിന്നും നമ്മൾ എഴുന്നേൽക്കുവാനും ഉണർന്നിരുന്ന് നമ്മളിൽ സംഭവിച്ചതായ ഈ ആത്മീയ ഉറക്കത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും അതിന്റെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിടുതൽ പ്രാപിക്കുമ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതം കൂടുതൽ ഫലപ്രദമായി തീരും എന്ന് മാത്രമല്ല, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം കുറെ കൂടെ സുദൃഢമാകുവാൻ തക്കോണം ഇടയായിത്തീരും. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമ്മൾ ആത്മീയമായി ഉറങ്ങുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പിശാചിനെ പ്രവർത്തിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് എപ്പോഴും പറയുന്നത് നമ്മൾ ആത്മാവിന് ഇടം കൊടുക്കണം എന്നുള്ളതല്ലേ. പക്ഷെ പലപ്പോഴും ആത്മീയ മയക്കത്തിലൂടെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാതെ നമ്മളിൽ പിശാച് പ്രവർത്തിക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ട്. ഇത് സംബന്ധിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ ഒരു ഉപമ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ ഈ ഒരു വിഷയം സംസാരിച്ചതാണ്. ദൈവരാജ്യത്തിന്റെ ഉപമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം മുതലുള്ള ആ ഉപമ ചിന്തിച്ചതാണ്. എങ്കിലും ഇന്ന് നമ്മൾ ആ ഉപമയെക്കുറിച്ച് ചിന്തിക്കുന്നത് മറ്റൊരു വീക്ഷണത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ആ ഉപമയിലേക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതലുള്ള വേദഭാഗങ്ങൾ. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചുകൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു ഉപമയുടെ വിശദീകരണം കുറെ നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ 24-ാമത്തെ വാക്യം കൂടി ചേർത്താണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. നോക്കുക, ഇവിടെ ഒരു മനുഷ്യൻ നല്ല വിത്ത് തന്റെ നിലത്ത് വിതച്ചു. നോക്കണം, എത്രത്തോളം പ്രാധാന്യത്തോടെ, എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഒരു മനുഷ്യൻ തന്റെ വയലിൽ അത് നല്ല വിത്ത് അവൻ വിതയ്ക്കുന്നത്. വിത്തിന് യാതൊരു പ്രശ്നമില്ല. അവൻ വിത്ത് നല്ലവണ്ണം ശ്രദ്ധിച്ച് നോക്കി അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി വേണ്ടാത്ത വിത്തെല്ലാം തന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞ് നല്ല വിത്ത് മാത്രം കൂട്ടിവെച്ച് വളരെയധികം പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ അവൻ ആ വയലിൽ വിതച്ചു. അങ്ങനെ ആ നല്ല വിത്ത് വിതച്ചതിന് ശേഷം തൻ്റെ വയലിൽ തന്നോടുകൂടി അധ്വാനിച്ചവരായ ആളുകൾ അവരായിരുന്നല്ലോ അവനെ അവിടെ സഹായിച്ചത്. സാധാരണയായിട്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലെ വയലുകളില് ഇങ്ങനെ വിതച്ച ശേഷം ആ വിത്ത് പക്ഷികളും മറ്റും കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഏതാനും ദിവസങ്ങൾ കാവൽ നിൽക്കും. അങ്ങനെ കാവൽ നിന്ന് അതിനെ പരിപാലിക്കുകയും അത് മുളച്ചു വരുമ്പോഴും അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്തൊക്കെയല്ലേ ആ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, മനുഷ്യർ എന്ന് പറയുമ്പോൾ ഈ വയലിനെ സൂക്ഷിക്കുന്നവരായ ആളുകൾ വിതച്ച ശേഷം അവർ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിനിടയിൽ സംഭവിച്ചതായ ഒരു കാര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം. നമ്മൾ ഇങ്ങനെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഇവിടെ കള എന്ന് ഉദ്ദേശിക്കുന്നത് ഗോതമ്പ് പോലെ തന്നെ തോന്നുന്നതായ, യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് തോന്നുന്നതായ ഒരു തരം സസ്യം അവിടെ വിതച്ചു പോയി കളഞ്ഞു. ഇവിടെ ഈ കള വിതച്ചിട്ട് പോയി കളഞ്ഞു എന്ന് പറയുന്നിടത്ത് തന്നെ
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 28-ാമത്തെ വാക്യത്തിൽ ഇത് ശത്രു ചെയ്തതാകുന്നു. അപ്പോൾ എപ്പോഴാണ് ശത്രു ഇവിടെ വന്നത് എന്നാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഈ ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. വാസ്തവത്തിൽ ശത്രുവിന്റെ ഉദ്ദേശം എന്തുവാ? ഈ നല്ല പ്രവൃത്തികളെ നശിപ്പിക്കണം എന്നുള്ളതാണ് ശത്രുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, പിശാച് വരുന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും, ഞാനോ വരുന്നത് ജീവനും സമൃദ്ധമായ ജീവൻ നൽകുവാനാണ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചെങ്കിൽ, നല്ല തീരുമാനങ്ങൾ എടുത്തെങ്കിൽ, നമ്മൾ മയങ്ങരുത്, ഉറങ്ങിപ്പോകരുത്, മറിച്ച് ജാഗ്രതയോടുകൂടെ നമ്മളായിരിക്കണം. അതായത് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ചെയ്യുന്നതായ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ആ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒരു വലിയ പ്രതീക്ഷ കർത്താവ് യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകൾ നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം, ഉണർന്നിരിക്കുന്നവരായി തീരണം. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ചില ചെറിയ മാറ്റങ്ങൾ പോലും നമ്മളുടെ പ്രാർത്ഥനാ വിഷയമായി തീരുകയും നമ്മൾ ആ വിഷയത്തിൽ ഉണർന്നിരിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജാഗ്രത കുറഞ്ഞു പോകുന്ന അനുഭവമുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. എന്നിൽ ജാഗ്രത കുറഞ്ഞു പോയോ? ഞാൻ നേരിടുന്നതായ പല പ്രശ്നങ്ങളുടെയും കാരണം എൻ്റെ മുമ്പിൽ വളരെ തെളിവായിട്ട് ഞാൻ കാണുന്ന ശത്രു വിതച്ചതായ ചില പ്രവർത്തികൾ, ശത്രു ചെയ്തതായ ചില വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിലും ഭവനത്തിലും, അതേ എൻ്റെ ചുറ്റുപാടും ഞാൻ കാണുന്നുണ്ടെങ്കിൽ അതെൻ്റെ ജാഗ്രത കുറവാണല്ലോ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പക്ഷെ ഇവിടെ നമ്മൾ ഏറ്റവും അധികം പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മീയമായ ഉറക്കം നമ്മളിൽ സംഭവിച്ചാൽ നമ്മളിൽ ജാഗ്രത കുറവുണ്ടാകും. അവിടെ പിശാച് വന്ന് മുതലെടുക്കുവാനിടയായിത്തീരും. മറ്റൊരു വേദഭാഗം കൂടി ഞാൻ വായിച്ചിട്ട് ഇന്നത്തെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കണേ, ആ ഒരു വയലിന്റെ ഉടമസ്ഥൻ നല്ല വിത്ത് വിതച്ചു. താൻ എന്താ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും 1-2 ദിവസം കഴിയുമ്പോൾ ഞാറ് കിളർക്കും, അത് വലിയൊരു അനുഗ്രഹമായി മാറും, നല്ലൊരു വിള ഈ പ്രാവശ്യം കിട്ടും എന്നുള്ളത് തൻ്റെ സ്വപ്നമാണ്, തൻ്റെ ആഗ്രഹമാണ്. അത് സംഭവിക്കുമെന്ന് പൂർണ്ണമായ നിശ്ചയം ആ മനുഷ്യനുണ്ട്. പക്ഷേ താൻ ഉറങ്ങിപ്പോയപ്പോൾ ശത്രു വന്ന് കള വിതച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യം അതുമായി നമ്മൾ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, അതായത് പല ആളുകൾക്കും കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് കോൺഫിഡൻസ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വിത്ത് വിതച്ചു, വയല് നല്ലവണ്ണം ഒരുക്കപ്പെട്ടു. പക്ഷെ ഈ കോൺഫിഡൻസ് കൊണ്ട് കാര്യമില്ല. നമ്മൾ പാലിക്കേണ്ട ചില കാര്യമുണ്ട്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്, വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഈ വയലിൽ പിശാച് വന്ന് കള വിതയ്ക്കാതെ വണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടത് മയങ്ങാതെ, ഉറങ്ങാതെ, നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ മേൽ ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടെ ആയിരിക്കുകയും ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, അവർ ആത്മമണ്ഡലത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന പിശാചിനെ പ്രകമ്പനം കൊള്ളിക്കും, അവനെ ഭയപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും ആ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുന്ന വ്യക്തിയുമായതുകൊണ്ട് ആത്മമണ്ഡലങ്ങളിൽ പിശാച് അത് ദർശിക്കുമ്പോൾ അവൻ ഒരിക്കലും നിങ്ങളുടെ വയലിൽ കള വിതയ്ക്കുവാൻ വരികയില്ല. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് അവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുവാൻ അവൻ പ്രയാസപ്പെടും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും ദൈവവും മാത്രം തമ്മിലുള്ള ഒരു ഇടപാടല്ല, മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് പിശാചിന്റെ ലോകത്തെ ഭയപ്പെടുത്തുന്നു എന്നുള്ള വസ്തുതയും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ പിശാച് നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ ഭയപ്പെടും. ബിക്കോസ് യു ആർ പ്രേയിങ് പേഴ്സൺ. നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് വരുവാൻ, നിന്റെ ഭവനത്തെ തൊടുവാൻ, നിന്റെ മക്കളെ തൊടുവാൻ പിശാചിന് ഭയമുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ,
പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം ഞാനും ദൈവവും മാത്രമുള്ള ഒരു കാര്യമല്ല, മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ബന്ധമുള്ളവനാണ്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുന്നവനാണ് എന്ന് മനസ്സിലാക്കുന്ന അന്ധകാര ശക്തികൾ നമ്മെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെയും നന്മകളെയും അവർ വിട്ടുമാറുവാനും അതേ ആ ദൈവിക അനുഗ്രഹങ്ങൾ യഥാസമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഇത് നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം, നമ്മൾ ഉണർന്നിരിക്കുന്നവരായി തീരണം, ഉറങ്ങുന്നവരായിരിക്കരുത്. അതേ, ജാഗ്രതയോടുകൂടി ഇരിക്കാം. ശത്രുവിൻ്റെ പ്രവൃത്തികളെ നമുക്ക് നിഷ്ഫലമാക്കി കളയാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ മയക്കം, ഞങ്ങളുടെ ഉറക്കം പിശാചിന്റെ പ്രവൃത്തികൾക്ക് കാരണമായി തീരുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞതായ ഉപമയിൽ നിന്നും ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കണം ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. എങ്കിലും അതിന്മേൽ വീണ്ടും ഞങ്ങൾ ജാഗരിക്കുവാനും ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാനും, കളകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെയോ നന്മകളെയോ ദൈവപ്രവൃത്തിയോ ബാധിക്കാതെ വണ്ണം നീ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.